റെയിൽവേയുടെ അനുമതി പോലും ലഭിക്കാത്ത കേരയിൽ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്നും പൊടിപൊടിച്ചത് കോടിക്കണക്കിന് രൂപ. 65 കോടി രൂപയാണ് ഇതുവരെ സർക്കാർ ഖജനാവിൽ നിന്നും കേരയിലിന് വേണ്ടി ചെലവഴിച്ചത്. ശമ്പളത്തിനായി മാത്രം 11 കോടിയുടെ രൂപ ഇതുവരെ ചെലവായി. ദക്ഷിണ റെയിൽവേ ചുവന്ന കൊടി കാട്ടിയതോടെ വെട്ടിലായിരിക്കുകയാണ് സർക്കാർ. സംസ്ഥാനത്തിന് അപ്രായോഗികമെന്ന വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടിയ കേരയിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന വാശിയിലായിരുന്നു സർക്കാർ. 1% പോലും സാധ്യതയില്ലാത്ത പദ്ധതിക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് മാത്രം ചെലവഴിച്ചതാകട്ടെ 65 കോടിയോളം രൂപ. റെയിൽവേ പദ്ധതിക്കായി വിസമ്മതം പ്രകടിപ്പിച്ചതോടെ സമീപഭാവിയിലെന്നും പദ്ധതി നടപ്പിലാവില്ലെന്ന് ഉറപ്പായിട്ടും ജീവനക്കാർക്കുൾപ്പെടെ അധിക ശമ്പളം കൊടുത്ത് സംസ്ഥാന സർക്കാരിന്റെ ദൂർത്ത് തുടരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിനായി വിവിധ സെല്ലുകൾക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ള ജീവനക്കാരുടെ ശമ്പളം മാത്രം 11 കോടിയോളം രൂപയാണ്. കൂടാതെ കൺസൾട്ടിംഗ് ഫീ ഇനത്തിൽ 33 കോടി രൂപ വേറെ. 65,000 കോടി രൂപയാണ് പദ്ധതി നടത്തിപ്പിന് വേണ്ടിയുള്ള ആകെ തുക. ഇതിനാവശ്യമായ കേന്ദ്ര അനുമതിയോ പരിസ്ഥിതി പഠനമോ പ്രോജക്ട് റിപ്പോർട്ടോ ഇല്ലാതെയാണ് ഈ കോടികളെല്ലാം സർക്കാർ ഒഴുക്കുന്നത്. കേരളിനായി മഞ്ഞക്കുറ്റി സ്ഥാപിച്ച് അടയാളമിട്ട ഭൂമി വിൽക്കാനോ പണയപ്പെടുത്താനോ കഴിയാതെ വിഷമിക്കുകയാണ് പദ്ധതി പ്രദേശത്തെ ജനങ്ങൾ. മഞ്ഞക്കുറ്റിയിടാൻ മാത്രം ചെലവഴിച്ചത് 1.5 കോടിയോളം രൂപയാണ്. ജനം, തിരുവനന്തപുരം.